ഹായ് എവരി വൺ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രാബ് റോസ്റ്റ് ആട്ടോ. സീ ക്രാബാണ് ഇത്. ലുലുന്ന് വാങ്ങിയതാണ്. 1 കിലോ ഇല്ല, 1/2 കിലോയിലും കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതാട്ടോ ക്രാബ്. അപ്പോൾ അവൻ്റെ കാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ചത്തതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസമാണ്, തലേ ദിവസം എടുത്തിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ക്ലീനാക്കി എടുക്കണം. ഇത് റബ്ബർ ബാൻഡ് വെച്ചാട്ടോ ഇതിൻ്റെ കാല് കെട്ടിയിട്ടേക്കണം. കണ്ടോ, റബ്ബർ ബാൻഡ്സ് വെച്ചിട്ട് കാല് കെട്ടി ഇട്ടേക്കാണ്. ജീവനുണ്ടായതാവാം, പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാവുമല്ലോ ഇത് ചാവുന്നത്. അപ്പോൾ അഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇറുക്കും. അതുകൊണ്ട് ഇവർ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ അയച്ചെടുക്കാം. സാധാരണ വള്ളി വെച്ചിട്ട് കെട്ടിടതാണ് കണ്ടേക്കുന്നത്. ഇത് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനത്തെ റബ്ബർ ബാൻഡ്സാണ് അതിട്ട് കൊടുത്തേക്കുന്നത്. ഈ റബ്ബർ ബാൻഡൊക്കെ അപ്പോൾ നമുക്ക് അയച്ചെടുക്കാം. കണ്ടോ, നല്ല വലിയ ഞണ്ടാട്ടോ, ഒരുവിധം വലിപ്പമുള്ള ഞണ്ടാണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ശരിയാക്കി എടുക്കണം. കണ്ടോ, റബ്ബർ ബാൻഡ്സ് ഇത്രയും കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി നമുക്ക് ഇവൻ്റെ കാലൊക്കെ ഒടിച്ച് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത്. കണ്ടോ, ഇറുക്കും. ആ കാല് വെച്ചിട്ടാണ് അവന്മാർ ഇറുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടിങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ അത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പൊളിച്ചെടുക്കണം. അതിന് ശേഷം ഇവരുടെ ഈ കാലുണ്ടല്ലോ, ഈ കാല് ഓരോന്നോരോന്ന് ഇങ്ങനെ തിരിച്ച് ഒടിച്ചെടുക്കണം. കണ്ടോ, ഇതിങ്ങനെ എല്ലാ കാലുകളും ഇങ്ങനെ ഒടിച്ചെടുക്കണം. സിമ്പിളാണ്. ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അധികം ബലമൊന്നും കൊടുക്കണ്ട. ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കാലുകളും ഇങ്ങനെ ഒടിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടു പോർഷൻ, ആ ഷെല്ല് മാറ്റണം. ആദ്യം ഇതൊന്ന് കഴുകിയതിന് ശേഷം ഷെല്ല് മാറ്റിയാൽ മതി, അതാണ് സുഖം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം വെള്ളം കയറാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഭാഗമാണ് കളയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള പല്ല് പോലത്തെ ഒരു ഇത് കണ്ടോ, ആ ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കളയേണ്ടത്. കണ്ടോ, അത് മാത്രമേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റായിട്ട് വരുന്നുള്ളൂ. പിന്നെ കാലിൻ്റെ തുമ്പത്തുള്ള ആ ചെറിയ ഇതുപോലത്തെ ഒരു ഭാഗമുണ്ട്, അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴുകിയതാ. ഇത് കണ്ടോ, ആ തുമ്പ് പോലത്തെ അതിങ്ങനെ ഒടിച്ചെടുക്കണം. ഒടിച്ച് കളയാനുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കൂടി കയറ്റി വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്തോ. മറ്റേ ഫിഷ് കട്ടർ ഉണ്ടല്ലോ, ഫിഷ് കട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ ഫിഷ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ കാലിൻ്റെ തുമ്പത്ത് റെഡ് കളറുണ്ട് ഈ ഞണ്ടിൻ്റെ. ഓരോ ഇനത്തിൽപ്പെട്ടതാവാം. ഇത് കണ്ടോ. അപ്പോൾ ഇത് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തുമ്പത്തുള്ള പീസ്, ആ കഷ്ണമൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാക്കിയ കാല്. അപ്പോഴേ മസാല അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ, പിടിക്കുള്ളൂ. ആ മുറിച്ചെടുത്ത പീസുകളാട്ടോ, കളയാനുള്ളതാണ്, വേസ്റ്റാണ്. ആ കാലിൻ്റെ തുമ്പത്തുണ്ടായിരുന്ന സൂചി പോലത്തെ ഭാഗവും പിന്നെ ചെറിയ കാലിൻ്റെ തുമ്പത്തുള്ളതൊക്കെയാണ്. അതുപോലെ ഇത് കണ്ടോ, പൊന്നാട്ടോ അത്. അതിൻ്റെ ആ നടുപ്പീസ് പൊളിച്ചെടുത്ത ഭാഗമാണ്. കണ്ടോ, അതും കൂടി ഇതിലേക്ക് ഇടണം. എന്നിട്ട് നമുക്കത് പീസായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പം മുട്ട എന്ന് പറയുന്ന, അതുപോലെ പരിങ്ങിലെന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ പൊന്നെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പരിങ്ങിലുള്ള സമയമാണല്ലോ മീനുകൾക്കായാലും. കണ്ടോ, ഇതാണ് അതിൻ്റെ പൊന്ന്. ഈ പൊന്നുള്ളത് നല്ല ടേസ്റ്റ് കൂടും കറിക്ക്. പൊന്ന് നല്ലതാണ്. പൊന്നുള്ള ടൈമിലാണ് കൂടുതൽ എടുക്കുക എന്ന് പറയും. അപ്പോൾ അത് കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 2 പീസായിട്ട് ഞാൻ മുറിച്ചിടുകയാണ്. വലുതായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാൻ പാടായിരിക്കും. കണ്ടോ, 2 പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാനിപ്പോൾ വേവിക്കുമ്പോൾ ഇടുന്നത്. മറ്റു സാധനങ്ങൾ ഇപ്പോൾ ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ അത്രയാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്.
ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഉപ്പ്. അതിപ്പോൾ എന്തോരം അളവൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു കൈപ്പാങ് അത്രയും ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർക്കണം. അതിന് മുമ്പ് ഇതൊന്ന് ഒന്ന് പിടിപ്പിക്കുകയാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഒഴിക്കുമ്പോൾ മിക്സ് ആവും. ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ വെള്ളം ചേർക്കുകയാണ് ഈ കപ്പിലാട്ടോ. ഈ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളമാണ്. ഗ്രേവിയോട് കൂടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രേവി വേണ്ടല്ലോ, കുറച്ച് ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ഞണ്ടിൻ്റെ കഷ്ണത്തിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഗ്രേവിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചു. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ്, വെള്ളം ഒഴിച്ചാണ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് വെന്ത് വരുമ്പോൾ ഒരു കളറ് മാറും. ഇതപ്പോൾ തിളച്ചിട്ടുണ്ട്. റെഡിഷ് കളറിലേക്ക്, ശരിക്കും പറഞ്ഞാൽ റെഡ് കളറിലേക്ക്, ഓറഞ്ചെന്നോ റെഡ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതിൻ്റെ ഷെല്ല് കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുവിധം ഒന്ന് വേവട്ടെ. അത് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ചട്ടി തന്നെയാണ് കേട്ടോ വച്ചിരിക്കുന്നത്. ചട്ടി തന്നെ മിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം വേവുണ്ട്, ഒന്ന് വെന്ത് കിട്ടട്ടെ. കണ്ടോ, അത് ശരിക്കും ആവുന്നതേ ഉള്ളൂ. ഇതപ്പോൾ ചട്ടി തന്നെ കിടന്ന് വേവട്ടെ. നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ 2 സവാള, ഇടത്തരം സവാള 2 എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പമില്ല, ഇടത്തരം ആട്ടോ സവാള എടുത്തിരിക്കുന്നത്. 2 പീസ് ഇഞ്ചി കഷ്ണം 2 എടുത്തിട്ടുണ്ട്. 2 പീസ്, ഇത്രയുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് ഞാൻ എടുത്തത്, 2 പീസ്. അതുപോലെ പകുതി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-8 ചുള വെളുത്തുള്ളി ആണ്. അതുപോലെ ഒരു 3-4 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ കഴുകി, ഇഞ്ചി വെളുത്തുള്ളി ചതക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കഴുകി ഒന്ന് വൃത്തിയാക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ചിട്ടിട്ട് ചതക്കുക ചെയ്യുന്നത്. ഈ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ എനിക്ക് തോന്നി. ചതച്ചെടുക്കുമ്പോൾ അതിൽ കൂടുതൽ ആ ഫ്ലേവർ ഇറങ്ങി വരാനായിട്ട് ഉപകരിക്കുന്നത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ തേങ്ങ വറുത്തടിച്ചാട്ടോ ഞാൻ വയ്ക്കണേ. അപ്പോൾ സവാളയും ഇഞ്ചിയും അതുപോലെ കരിവേപ്പിലെടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചതച്ച് വെച്ചതാട്ടോ. പിന്നെ തേങ്ങ എന്ന് പറയുന്നത് വറുത്തെടുക്കണം. വറുത്തരിച്ച് വയ്ക്കുമ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട, ഒരു മുറിയുടെ പകുതി. ഒരു തേങ്ങ 2ആക്കി, അതിൽ ഒരു മുറിയുടെ പകുതിയാണ്. അതുപോലെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തക്കാളി ചെറിയ പീസാക്കി അതിലേക്ക് ഇടണം. അതിന് മുമ്പ് നമുക്ക് ഞണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഞണ്ട് വെന്തത് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുക എന്നുള്ള അടുത്ത പ്രോസസ്സ്. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട, പാനിലേക്ക് തേങ്ങ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ചൂടാക്കി വറുത്തെടുക്കുകയാണ്. അതായത് വറുത്തരച്ച വെള്ളം ഒഴിക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെക്കുകയാണ്. തീ കുറച്ച് വയ്ക്കുക. ആദ്യം ഇത്തിരി കൂട്ടി വെച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ തേങ്ങ നമുക്ക് ഇങ്ങനെ ഈ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, വെളിച്ചെണ്ണയുടെ ആവശ്യം അവിടെ വരുന്നില്ല. വെളിച്ചെണ്ണ നമ്മൾ വേറെ സവാളയും ഇഞ്ചി പച്ചമുളക് അതൊക്കെ വാട്ടുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഈ തേങ്ങ വറക്കുന്നതിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. കണ്ടോ, തേങ്ങ എന്താ പറയുക, ചിരണ്ടി എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചിരണ്ടുക. ചെറുതായിട്ട് പൊടിയായിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണം. ഞാൻ ഇത്തിരി സ്പീഡ് കൂടി ചിരണ്ടി കാരണമാണ് വലിയ പീസായിട്ടിരിക്കുന്നത്. അത് നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മുളക് പൊടി ഞാൻ ആ സ്പൂണിൽ ഒരു 1.5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. ഈ മുളക് പൊടി, മല്ലിപ്പൊടിയും മസാലപ്പൊടിയുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. മല്ലിപ്പൊടി അതുപോലെ തന്നെ ആ സ്പൂണിൽ ഒരു 1.5 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടിയും കൂടി ചേർക്കണം. അതിന് മുമ്പ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഒന്ന് ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചിക്കൻ മസാലപ്പൊടി, അതായത് നമ്മൾ ചിക്കൻ ഇടില്ലേ മസാലപ്പൊടി, ആ ചിക്കൻ മസാലപ്പൊടി ഈസ്റ്റേണിൻ്റെ ആണ് ഇടുന്നത്. ഇത്ര ഏകദേശം നേരത്തെ കാണിച്ച സ്പൂണിൽ 1 സ്പൂണൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മസാല കൂടുതൽ വേണമെങ്കിൽ 1.5 സ്പൂണൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കിട്ടണം.
അപ്പോൾ ഈ മസാലകൾ എല്ലാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഒന്ന് ചൂടായി വരണം. ശരിക്കും ഇളക്കി നല്ല ഇതാക്കി കിട്ടണം. ഇതാ കണ്ടോ, നല്ല മൂത്ത് നല്ല പരുവായിട്ട് കിട്ടണം. കണ്ടോ, ശരിക്കും തീ കുറച്ചിടണം. തീ കൂട്ടിയിട്ട് ഇത് കരിഞ്ഞു പോവും. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ശരിക്കും തീ കുറച്ചിടണം. കണ്ടോ, ചെറു ചൂടിലാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത്. അതിൻ്റെ കളറ് തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. ശരിക്കും മൂപ്പിച്ചെടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ ഞാൻ ബ്ലെൻഡറിലാട്ടോ അരയ്ക്കുന്നത്. കണ്ടോ, അപ്പോൾ മാജിക് ബട്ട്ലറിൻ്റെ ഇതിലാണ് ശരിക്കും ജ്യൂസ് പോലെ അടിച്ചെടുക്കാൻ പറ്റും. ഇത് ശരിക്കും അരഞ്ഞ് കിട്ടണം. വെണ്ണ പോലെ അരച്ച് തന്നെ എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടവിടെ വേവിച്ചത് ഇരിപ്പുണ്ട്. ഇതാ സവാള ഇട്ട് കൊടുക്കുകയാണ്. സൂക്ഷിച്ചിട്ട് കൊടുക്കണം. ചെറുതായിട്ട് എൻ്റെ കയ്യിലേക്കൊന്ന് തുറച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. കണ്ടോ, അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പയ്യെ വഴഞ്ഞ് കിട്ടിയതിന് ശേഷം, വഴറ്റിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ ചതച്ച് വെച്ചത് നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഒരുമിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, ചതച്ച് വെച്ചതാണല്ലോ. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നിങ്ങൾ ചേർത്താലും മതി. ഒന്ന് വാടിയതിന് ശേഷം അപ്പം ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് വാട്ടിക്കിട്ടണം. അതിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് വാട്ടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. കണ്ടോ, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് വാടി കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. പെട്ടെന്ന് വാടി നമുക്ക് റെഡിയായി കിട്ടും. പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് പറയും. ഞാൻ ഉപ്പ ഉപയോഗിക്കാറില്ല. പഞ്ചസാര ഇട്ടാൽ ചിലപ്പോൾ മധുരം ആയാലോ എന്ന് വെച്ചിട്ട് ഉപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് അത് ഓർക്കണം, നമ്മൾ ഞണ്ടിൽ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ സവാളയിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രം. ഞണ്ടിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത കാരണം. അപ്പോൾ ഇതാ ഇങ്ങനെ വാട്ടി എടുക്കുകയാണ്. ഇതൊരു നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിയാവുള്ളൂ. ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും കൂടി വേണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും വാട്ടിക്കഴിയുമ്പോഴേ ആ ഗ്രേവിയിലൊരു തിക്നെസ്സായിട്ട് അതിലും മാറും. അതായത് ഇത് അലന്ന് ചേർന്നോളും, അതിലേക്ക് വെന്ത് ഇതായിക്കോളും. ഗ്രേവി കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. ശരിക്കും വാട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഗ്രേവിയായിട്ട് സെറ്റാവും. അപ്പോൾ അതാ നന്നായിട്ട് ഒരുവിധം നന്നായി തന്നെ വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് തക്കാളി, നേരത്തെ ഒരു തക്കാളി കാണിച്ചില്ലേ, ആ തക്കാളി മുറിച്ച് വെച്ചത് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ഇളക്കുകയാണ്. ഇപ്പോൾ ഈ തക്കാളിയും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. ഒരുവിധം ഇതാ അത്രയും സവാള, ഇഞ്ചിയും, പച്ചമുളകൊക്കെ ഉണ്ടായതാണ്. കരിവേപ്പിലും ഇപ്പോൾ കണ്ടോ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഞണ്ട് വീണ്ടും അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടോ, വീണ്ടും ഞാനത് ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ആ സവാളയും തക്കാളിയും ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടിയുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ തേങ്ങയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ മസാലയൊക്കെ കൂടിയത്, അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അരവ് കുറയരുത്, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ സവാളയും ഇതിലേക്ക് തന്നെ ഇതും ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഇത് കഴുകി നമുക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിന് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അത് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി വറ്റി വരുമല്ലോ, വറ്റി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോം. കണ്ടോ, അപ്പോൾ ശരിക്കും അത് ഇതാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ശരിക്കും തിളച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വരും. കുറച്ച് ടൈം, ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കത് റെഡിയാവും. കണ്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് വറ്റി ഒരുവിധം ഇതായി കിട്ടണം. എന്നാൽ ആ തേങ്ങയുടെ ആ ഒരു ഇതൊക്കെ മാറി കിട്ടുള്ളൂ. ആ വറുത്തരച്ച ആ ഒരു ഇതൊക്കെ സെറ്റാവണമെങ്കിൽ ഒരു കുത്ത് പോലെ വരുമല്ലോ, മസാലയുടെ ഒക്കെ ഒരു കുത്തുണ്ടാവുമല്ലോ. നമ്മൾ ചൂടാക്കി എടുത്തതെങ്കിലും അരച്ചപ്പോൾ അതിനൊരു പച്ചപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ പച്ച മണവും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് ശരിക്കും ഒന്ന് കുറുകി വരട്ടെ. ആ ഗ്രേവി കുറച്ച് കട്ടിയിൽ നമുക്ക് കിട്ടണം. പച്ചവെള്ളം പോലെ ഇരിക്കരുത്,
എന്താ പറയുക, ഇത്തിരി കട്ടിയോടുകൂടി വേണം, ഇത്തിരി കട്ടിയിൽ വേണം നമുക്കത് എടുക്കാനായിട്ട്. ഇതാ കണ്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറും അച്ചാറും മാങ്ങച്ചാറാട്ടോ, മാങ്ങച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണെങ്കിൽ ഞണ്ട് കറിയുടെ കൂടെ വേറെ ഒന്നും വേണ്ടാന്നാണ് പറയുന്നത്. ഇതാട്ടോ കറി. കണ്ടോ, കറി നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഒരുപാട് വെള്ളം പോലെയല്ല, കണ്ടോ, തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ